നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് 1984 വയനാട്ടിലേക്കാണ്. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള വഗേരി എന്ന ശാന്തമായ ഗ്രാമം. വന്യമൃഗങ്ങളെ പേടിച്ച് രാത്രിയായാൽ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു ജനത. ആ ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കി വിറപ്പിച്ച് ഒരു പുലർക്കാലത്താണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. 1984 ജനുവരി 28 ശനിയാഴ്ച. പുലർച്ചെ ചായക്കടയിലേക്ക് പോയ അച്യുതൻ എന്ന ചെറുപ്പക്കാരൻ കാണുന്നത് ഗ്രാമവാസികൾ മുഴുവൻ അടുത്തുള്ള പാടശേഖരത്തേക്ക് ഓടുന്നതാണ്. എന്താണ് സംഭവം എന്നറിയാൻ അവരോടൊപ്പം ഓടിയെത്തിയ അച്യുതൻ കണ്ടത് അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ഗ്രാമത്തിലെ ഏവർക്കും പ്രിയങ്കരനായ നാരായണൻ ചെട്ടിയും അദ്ദേഹത്തിന്റെ മകനും വയലിലെ ചെളിയിൽ വെട്ടേറ്റ് കഷ്ണങ്ങളായി കിടക്കുന്നു. മൃതദേഹങ്ങൾ പനയോല കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. ആ ഞെട്ടൽ മാറും മുൻപേ കുറച്ചപ്പുറത്തുള്ള മറ്റൊരു വയലിൽ നിന്ന് വീണ്ടും കൂട്ടനിലവിളി ഉയർന്നു. അവിടെ നാരായണൻ ചെട്ടിയുടെ ഭാര്യ ദേവകിയും മറ്റൊരു മകളും അതേപോലെ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഒരു ഗ്രാമത്തിന് നഷ്ടമായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ? എന്തിനായിരുന്നു ഈ കൂട്ടക്കൊല? ആർക്കും ഒരു തുമ്പുമുണ്ടായിരുന്നില്ല. എന്നാൽ കൊല്ലപ്പെട്ട നാരായണൻ ചെട്ടിയുടെ രക്ഷപ്പെട്ട 2 പെൺമക്കളായ വാസന്തിയും ബിന്ദുവും നൽകിയ മൊഴി കേസിന്റെ ഗതി മാറ്റി. തലേ ദിവസം രാത്രി അവരുടെ അടുത്ത ബന്ധുവായ ബാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നുവെന്നും പുലർച്ചെ അവൻ വീട്ടിൽ നിന്ന് ചില സാധനങ്ങളുമായി പോകുന്നത് കണ്ടുവെന്നും അവർ പറഞ്ഞു. അതോടെ പോലീസിന്റെ പ്രധാന സംശയം ബാലകൃഷ്ണനിലേക്ക് നീണ്ടു. പോലീസ് നായ മണം പിടിച്ചെത്തിയതും ബാലകൃഷ്ണന്റെ വീട്ടിലേക്കും അവിടെയുള്ള കിണറിന്റെ അടുത്തേക്കും ഒടുവിൽ അവൻ ഒളിവിൽ പോയെന്ന് സംശയിക്കുന്ന കാട്ടിലേക്കുമാണ്. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മൈസൂർ അതിർത്തിയിൽ വെച്ച് പോലീസ് ബാലകൃഷ്ണനെ പിടികൂടി. ചോദ്യം ചെയ്യലിൽ അവൻ പറഞ്ഞ കഥ പ്രണയവും പകയും സാമ്പത്തിക അന്തസ്സും ചേർന്ന് ഒരു പ്രതികാരത്തിൻ്റെതായിരുന്നു. ബാലകൃഷ്ണന് കൊല്ലപ്പെട്ട നാരായണൻ ചെട്ടിയുടെ മകൾ വാസന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ബന്ധുക്കളായതുകൊണ്ടും സാമ്പത്തികമായി പിന്നോക്കമായതുകൊണ്ടും നാരായണൻ ചെട്ടിയും കുടുംബവും ആ വിവാഹത്തെ ശക്തമായി എതിർത്തു. ഈ എതിർപ്പ് ബാലകൃഷ്ണന്റെ മനസ്സിൽ അടങ്ങാത്ത പകയായി വളർന്നു. ആ പകയാണ് ഒരു കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ അവനെ പ്രേരിപ്പിച്ചത്. കൊലപാതകം നടന്ന രാത്രിയുടെ ചിത്രം അവൻ വിവരിച്ചതിങ്ങനെയാണ്. അസുഖബാധിതനായ മറ്റൊരു ബന്ധുവിനെ കാണാൻ പോകാനെന്ന വ്യാജേന അവൻ ആദ്യം നാരായണൻ ചെട്ടിയെ വീട്ടിൽ നിന്നിറക്കി വയലിൽ കൊണ്ടുപോയി കഴുത്തു ഞെരിച്ചു കൊന്നു. പിന്നീട് ഇതേ കഥ പറഞ്ഞ് മകനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി. അതിനുശേഷം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് അമ്മയെയും മറ്റൊരു മകളെയും ഊഴമിട്ട് പുറത്തു കൊണ്ടുപോയി ഇല്ലാതാക്കി. അവസാനം താൻ മോഹിച്ചു പെൺകുട്ടിയായ വാസന്തിയെ അവൻ ക്രൂരമായി പീഡിപ്പിച്ചു. ഇതിനിടയിലാണ് വാസന്തിയും ഇളയ സഹോദരിയും ആ വീട്ടിൽ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. വിചാരണയ്ക്കൊടുവിൽ കോടതി ബാലകൃഷ്ണന് വധശിക്ഷ വിധിച്ചു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിധി ശരിവച്ചു. ഒടുവിൽ 1990 കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബാലകൃഷ്ണനെ തൂക്കിലേറ്റി. പ്രണയപ്പക ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാമെന്നും ഒരു കുടുംബത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുമുള്ള ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് വഗേരി കൂട്ടക്കൊല.